ഇന്ത്യയെ ലോകത്തിലെ മുൻനിര കാർഷിക രാജ്യങ്ങളിലൊന്നാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയാണ് ഡോക്ടർ മംഗം സാംബശിവൻ സ്വാമിനാഥൻ എന്ന ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ ഇന്ത്യയുടെ സുസ്ഥിരമായ കാർഷിക വികസനത്തിന് അടിത്തറ പാകി. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയാണ് ഇന്ന്. ന്യൂഡൽഹിയിൽ ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. ചില വ്യക്തികളുടെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിലോ പ്രദേശത്തിലോ മാത്രമായി ഒതുങ്ങുന്നതല്ലെന്നും ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ അത്തരത്തിലുള്ള മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. എം.എസ്. സ്വാമിനാഥൻ ശാസ്ത്രത്തെ പൊതുസേവനത്തിനുള്ള മാധ്യമമാക്കിയതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. आज दुनिया भर में बायोडायवर्सिटी को लेकर चर्चा होती है. इसे सुरक्षित रखने के लिए सरकारें अनेक कदम उठा रही हैं. लेकिन डॉक्टर स्वामीनाथन ने एक कदम आगे बढ़ते हुए बायो हैप्पीनेस का आइडिया दिया. കർഷകരുടെ താൽപര്യമാണ് കേന്ദ്ര സർക്കാർ മുൻഗണന. കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ക്ഷീര കർഷകരുടെയും താൽപര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡോക്ടർ എം.എസ്. സ്വാമിനാഥന്റെ ശതാബ്ദി സ്മാരക സ്റ്റാമ്പും സ്മാരക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും പ്രസക്തമാണ്. സ്വാമിനാഥനെ ഭാരതരത്ന നൽകി ആദരിക്കാൻ അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. हमारे छोटे किसान, हमारे मछुआरे भाई बहन, हमारे ट्राइबल कम्युनिटी, इन सबको उनके प्रयासों से बहुत लाभ हुआ है. साथियों, आज मुझे इस बात की विशेष खुशी है कि प्रोफेसर स्वामीनाथन की विरासत को सम्मान देने के लिए एम.एस. स्वामीनाथन अवार्ड फॉर फूड एंड पीस शुरू हुआ है. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ 80 കോടിയിലധികം ആളുകൾക്ക് സൗജന്യ റേഷൻ നൽകുന്നതായും ധാന്യങ്ങളുടെ ഉൽപാദനം ഇനിയും വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജൈവ വൈവിധ്യത്തിന്റെയും പ്രകൃതി വിഭവങ്ങളുടെയും സുസ്ഥിര ക്രമീകരണം, ഭക്ഷണത്തിനും പോഷകാഹാര സുരക്ഷയ്ക്കും സുസ്ഥിര കൃഷി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ചയാകും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.